Circles എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. In the picture, O is the center of the circle and A, B, C are points on it. Prove that angle OAC plus angle ABC equal to 90 degree. അതായത് ചിത്രത്തിൽ O വൃത്തകേന്ദ്രവും A, B, C അതിലെ ബിന്ദുക്കളുമാണ്. ആംഗിൾ OAC പ്ലസ് ആംഗിൾ ABC 90 ഡിഗ്രി 90 ഡിഗ്രി എന്ന് തെളിയിക്കണം. അപ്പൊ ഇവിടെ നമുക്കൊരു ചിത്രം തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ ഏതാണ് ഈ OAC എന്ന് പറഞ്ഞാൽ ഓയിൽ നിന്ന് തുടങ്ങിയതാ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുള്ള ഈ ആംഗിൾ ആണ് OAC. ഇപ്പുറത്തേക്ക് താഴത്തേക്കില്ല. ആ ആംഗിളും ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുള്ള ഈ മുഴുവൻ ആംഗിളും ഈ രണ്ട് ആംഗിളുകൾ കൂട്ടുമ്പോൾ 90 ഡിഗ്രി കിട്ടും എന്നുള്ളത് തെളിയിക്കണം. ഇതാണ് നമ്മളുടെ ചോദ്യം. അപ്പോൾ ഞാൻ ഈ ചിത്രത്തിൽ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്തുകൊണ്ട് ചില ആംഗിളുകളൊക്കെ ഒന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അത് എങ്ങനെയാന്നുള്ളതൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം ഞാൻ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ ഈ സിയിൽ നിന്നും ഓയിലോട്ടും ബിയിൽ നിന്നും ഓയിലോട്ടും ഓരോ ലൈനുകൾ വരച്ചു. ഇനി ഇവിടെ നോക്കുമ്പോൾ OA എന്ന് പറയുന്നത് റേഡിയസ് ആണ്, OB എന്ന് പറയുന്നത് റേഡിയസ് ആണ്, ആരങ്ങളാണ്, വൃത്തത്തിന്റെ ആരങ്ങളാണ് അഥവാ റേഡിയസുകളാണ്. അത് രണ്ടും എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പൊ രണ്ട് വശങ്ങൾ തുല്യമാണെന്നുണ്ടെങ്കിൽ രണ്ട് കോണുകളും എന്തായിരിക്കും? തുല്യമായിരിക്കും. അങ്ങനെയാണ് ഇവിടെ എക്സ് എന്ന് വന്നത്. അതേപോലെ തന്നെ OB റേഡിയസ് ആണ്, OCയും റേഡിയസ് ആണ് അഥവാ ആരങ്ങൾ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ രണ്ടറ്റത്തുള്ള ഈ കോണുകളും എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പൊ Z ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് OA റേഡിയസ് ആണ്, OC റേഡിയസ് ആണ്. അപ്പൊ അതിന്റെ രണ്ടറ്റത്തുള്ള കോണുകൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇങ്ങനെയാണ് ഈ കോണുകളെല്ലാം നമുക്ക് തുല്യമാണെന്ന് കിട്ടുന്നത്. ഇനി ABC എന്ന് പറയുന്നത് ഒരു ട്രയാങ്കിൾ ആണ് അല്ലെ. പുറത്ത് ഈ വൃത്തത്തിലുള്ള 3 ബിന്ദുക്കൾ യോജിപ്പിച്ച് കിട്ടുന്നത് ഒരു ട്രയാങ്കിൾ ആണ്. ആ ട്രയാങ്കിളിൽ എല്ലാ കോണുകളും കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? 180 കിട്ടും. അപ്പൊ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള എല്ലാ കോണുകളും ആഡ് ചെയ്യാം. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങനെ ആഡ് ചെയ്തു. എക്സ് പ്ലസ് സെഡ് അല്ലെ. എക്സ് പ്ലസ് സെഡ് ആണ് ആംഗിൾ B എന്ന് പറയുന്നത്. ഞാൻ അടുത്തത് Z പ്ലസ് Y അതാണ് C എന്ന് പറയുന്നത്. പിന്നെ ഇങ്ങനെ വന്നിട്ട് Y. ഓക്കെ, അപ്പൊ എല്ലാ കോണുകളും ആയില്ലേ ABCയിലെ. അപ്പൊ എത്ര എക്സ് ഉണ്ട്? 2x. എത്ര Z ഉണ്ട്? 2y. Z 2y അല്ലെ. എല്ലാത്തിലും 2 കോമൺ ആണ്. അപ്പൊ ഞാൻ 2നെ പുറത്തെടുത്തു. അപ്പൊ 2 പ്ലസ് എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് എന്ന് കിട്ടും. 180 ആണല്ലോ. ഈ 2നെ ഇനി ഇപ്പുറത്തോട്ട് കൊണ്ടുപോവാ. ഇതിവിടെ ഗുണിക്കാനാണ്, ഇപ്പുറം വരുമ്പോ എന്താവും? ഹരിക്കാനോ. അപ്പൊ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഈക്വൽ ടു 180/2 90 എന്ന് കിട്ടും. ഇനി ഈ ആംഗിളുകളിൽ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഈ OAC എന്ന് പറയുന്ന ഈ ആംഗിൾ മാത്രം അത് ഏതാണ്? Y ആണ്. ഈ ആംഗിൾ ആണ് Y അല്ലെ. ആ Yയും പിന്നെ ABC എന്ന് പറയുന്ന ഈ രണ്ട് ആംഗിളുകൾ ചേരുന്നത് ഏതൊക്കെയാ? എക്സും സെഡും. അത് ഇവിടെ ഇല്ലേ നോക്കി, എക്സും സെഡും. അപ്പൊ നമുക്ക് എക്സ് പ്ലസ് സെഡിനെ ഒന്നിച്ച് ചെയ്താൽ Yനെ അപ്പുറത്തേക്കും കൊടുക്കാം, അല്ലെങ്കിൽ Yനെ അപ്പുറത്തേക്ക് ഇട്ടിട്ട് എക്സിനെ അപ്പുറത്തേക്ക് ഇടാം. അപ്പൊ Y എന്ന് പറഞ്ഞാൽ എന്താണ്? OAC. എക്സും സെഡും കൂടി കൂട്ടിയാൽ കിട്ടുന്നത് ഈ ആംഗിൾ ആണ്. എക്സും സെഡും കൂട്ടിയാൽ കിട്ടുന്നത് അതെന്താണ്? ABC. അപ്പൊ നമുക്ക് എഴുതി കൂടെ OAC പ്ലസ് ABC ഈക്വൽ ടു 90 ഡിഗ്രി. ഇതെല്ലാം നമ്മളോട് തെളിയിക്കാൻ പറഞ്ഞിട്ടുള്ളതും കിട്ടിയില്ലേ?